റിയയുടെ വീടിൻ്റെ മുകൾ നിലയിൽ കിടപ്പുമുറിയുടെ വാതിലിൽ ഞാൻ 2 തവണ തട്ടി. "അകത്തു വരൂ മാധവ്." റിയയുടെ കിണങ്ങുന്ന ശബ്ദം. രോഗിയായി കിടക്കുന്ന ചങ്ങാതിയെ കാണണ്ടേ? അവൾ കിടക്കയിൽ മുന്നോട്ട് കാലും നീട്ടി ചാരിയിരിക്കുകയാണ്. വെള്ളയിൽ പിങ്ക് പുള്ളികളുള്ള ഒരു നൈറ്റ് സ്യൂട്ടാണ് അവളുടെ വേഷം. നുണയാൻ വെച്ച മിഠായി പോലെയുണ്ട്. അസുഖത്തിൻ്റെ അവശതയേക്കാൾ കണ്ണിൽ പതയുന്നത് അവളുടെ മനോഹാരിതയാണ്. വൈറൽ പനി ഈ പെണ്ണിന് നന്നായി ചേരുന്നത് പോലെ. "അല്ലെങ്കിൽ നിൽക്കൂ, എന്നിട്ട് ഒന്നുകൂടി കടന്നു വരൂ. ഞാൻ വായിൽ തെർമോമീറ്ററൊക്കെ വെച്ച് സ്റ്റൈലായി ഇരിക്കട്ടെ." ഞാൻ ചിരിച്ചുകൊണ്ട് കട്ടിലിനടുത്തുള്ള കസേരയിലിരുന്നു. "ഇപ്പോൾ എങ്ങനെയുണ്ട്?" റിയ കട്ടിലിൻ്റെ വശത്തേക്ക് നീങ്ങി അടിയിലെന്തോ നോക്കാനായി കുനിഞ്ഞു. എന്നിട്ട് ഒരു ഗിത്താർ പുറത്തേക്ക് വലിച്ചെടുത്തു. അതിൽ വിരലൊന്ന് നീട്ടിയ ശേഷം അവൾ പാടാൻ തുടങ്ങി. "ടെറിബിൾ, ഐ ഫീൽ ടെറിബിൾ ആൻഡ് ഐ നീഡ് എ ഹഗ്." ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി. "ബിക്കോസ് ഐ ആം ഷുവർ ദാറ്റ്സ് മൈ ഓൺലി ക്യൂർ." എൻ്റെ മുഖത്തെ അമ്പരപ്പ് കണ്ട് അവൾ കണ്ണിറുക്കി കാട്ടി. പാടിയത് തമാശയായിട്ടാണെങ്കിലും ആ ശബ്ദത്തിൽ ഞാൻ മോഹിതനായി. ആ തല തിരിഞ്ഞ വരികളിലും. "താൻ വളരെ നന്നായി പാടിയിട്ടുണ്ട്." ഞാൻ പറഞ്ഞു. "ഗിത്താർ വായിക്കുന്നതും ഒട്ടും മോശമല്ല." "ഹാ, എനിക്കാകെ സുഖമില്ല. എൻ്റെ പാട്ടും ഒട്ടും സുഖമില്ല." "അല്ലല്ല, അത് ശരിയല്ല. തൻ്റെ പാട്ട് വളരെ നന്നായി." റിയ പുഞ്ചിരിയോടെ ഗിത്താർ മാറ്റിവെച്ചു. എന്നിട്ട് കൈകൾ വിടർത്തിക്കാട്ടി. "എന്തേ?" ഞാൻ ചോദിച്ചു. "പറഞ്ഞില്ലേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം." വല്ലാത്ത തമാശ തന്നെ. ശരീരം കൊണ്ടുള്ള സ്നേഹപ്രകടനം വേണമെന്ന് തങ്ങൾക്ക് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും അത് ആവശ്യപ്പെടാം എന്നാണ് ഈ പെണ്ണുങ്ങളുടെ വിചാരം. പക്ഷേ ആണുങ്ങൾക്ക് അത് പാടില്ല. അനുസരണയുള്ള ഒരു വളർത്തുമൃഗത്തെ പോലെ ഞാൻ എണീറ്റു നിന്ന് അവളെ കെട്ടിപ്പിടിക്കാനായി കുനിഞ്ഞു. "തനിക്ക് പനിയൊന്നുമില്ലല്ലോ?" അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവളുടെ ദേഹത്തിന് തണുപ്പാണ് തോന്നിയത്. കുറച്ചു മുമ്പ് വരെ പനിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഉറങ്ങി. ഇപ്പോൾ കുറച്ച് ഭേദം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. റിയ ഗോഷ്ടി കാട്ടുന്നത് പോലെ പുരികം ചുളിച്ചു. "അയ്യോ, ഞാൻ വയ്യാതെ കിടക്കുന്ന കുട്ടിയാണേ. എന്നെ അടുത്തിരുന്ന് നോക്കണേ." അവൾ കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ കൊഞ്ചി. അവൾ നല്ല മൂഡിലാണ് എന്നതിൻ്റെ ലക്ഷണമായി ഞാൻ അതിനെ കണക്കാക്കി. കഴിഞ്ഞ 24 മണിക്കൂറായി എന്നെ പിന്തുടരുന്ന ചോദ്യം ഞാൻ പുറത്തെടുത്തു. എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നില്ലല്ലോ. എന്താണത്? "നമ്മുടെ സ്നേഹത്തെക്കുറിച്ച്." "എന്തിനാ മോനെ എന്നോട് ഇങ്ങനെയൊക്കെ?" "ആ ചോദ്യം എനിക്ക് തന്നോട് ചോദിക്കാമല്ലോ." കുറച്ചു നേരത്തേക്ക് ഞങ്ങളുടെ നോട്ടങ്ങൾ പരസ്പരം ഇടഞ്ഞു നിന്നു. ഞാൻ അവളെ ചുംബിക്കാനായി മുന്നോട്ടാഞ്ഞു. അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി. എൻ്റെ ചുണ്ടുകൾ അമർന്നത് അവളുടെ നെറ്റിയിലാണ്. "എന്തേ?" ഞാൻ ചോദിച്ചു. "അത് നന്നായി. നെറ്റിയിലെ ഉമ്മ എനിക്ക് വലിയ ഇഷ്ടമാണ്." ഞാൻ അവളുടെ താടിയിൽ പിടിച്ച് പതുക്കെ ആ മുഖം ഉയർത്തി. വീണ്ടും ഞങ്ങളുടെ കണ്ണുകൾ ഇടഞ്ഞു. ഒന്നുകൂടി അവളെ ചുംബിക്കാനായി ഞാൻ മുഖം താഴ്ത്തി. പെട്ടെന്ന് അവൾ മുഖം വെട്ടിത്തിരിച്ചു. "എന്തുപറ്റി മോളെ?" ഞാൻ ചോദിച്ചു. "എന്നെ മോനെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്കും മോളെ എന്ന് വിളിച്ചുകൂടെ?" "വേണ്ട മാധവ്, വേണ്ട." "എന്താ കാരണം?" "എനിക്ക് ഇതിനൊന്നും വയ്യ. നേരത്തെ നമ്മൾ ഇത് ചെയ്തല്ലോ." "ശരിയാണ്, ചെയ്തു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്കിത് വയ്യ." "തനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ വയ്യേ?" "അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ." "ശരി, താൻ എൻ്റെ ഗേൾഫ്രണ്ട് അല്ലേ?" "അല്ല, പിന്നെ എന്താണ് നമ്മൾ?" "കൂട്ടുകാർ അല്ലേ?" "തൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സമ്മതിക്കാറുണ്ടോ?" അപ്പോഴും ഞാൻ അവളെ വിട്ടിരുന്നില്ല. റിയ പതുക്കെ വഴുതി മാറി. "ഓക്കെ, ഞാൻ ഇയാളുടെ ഹാഫ് ഗേൾഫ്രണ്ടാണ്." "എന്ത്?" "അതെ, ഞാൻ ഇയാളുമായി അടുപ്പത്തിലാണ്. നമ്മൾ ധാരാളം സമയം ഒപ്പം കൂടാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇഷ്ടം കാരണം കെട്ടിപ്പിടിക്കുകയുമാവാം. അതിലപ്പുറം ഒന്നും വേണ്ട." "അതിലപ്പുറം എന്ന് വെച്ചാൽ?" "ഓ, അതിലപ്പുറം എന്ന് വെച്ചാൽ എന്താണൊക്കെ ഇയാൾക്കറിയാം." വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. "ജോലിക്കാരിയാണ്. ആ കസേരയിൽ തന്നെ പോയി ഇരിക്കാമോ?" റിയ ചോദിച്ചു. ഞാൻ വീണ്ടും കസേരയിലേക്ക് ഇരിപ്പ് മാറ്റി. ജോലിക്കാരി ഒരു ട്രേയിൽ 2 ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസുമായി കടന്നു വന്നു. റിയയും ഞാനും ഓരോ ഗ്ലാസ് കയ്യിലെടുത്തു. എന്നിട്ട് നിശബ്ദരായിരുന്നു. പതുക്കെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഹാഫ് ഗേൾഫ്രണ്ട് എന്നതുകൊണ്ട് എന്താവാം അവൾ ഉദ്ദേശിച്ചത്? ഞാൻ ആലോചിച്ചു. എവിടെ പോയി എൻ്റെ വിദഗ്ധ സമിതി? ആവശ്യം വന്നപ്പോൾ
താൻ എന്താ പറഞ്ഞത്? ഹാഫ്? ജോലിക്കാരി പോയപ്പോൾ ഞാൻ ചോദിച്ചു. റിയ അതെ എന്ന് തലകുലുക്കി. മനസ്സിലുള്ളത് എന്താണ് എന്ന് അവൾക്ക് നല്ല വ്യക്തതയുള്ളതുപോലെയുണ്ട്. അപ്പോൾ നമ്മൾ വെറും സാധാരണ കൂട്ടുകാർ മാത്രമല്ല. അല്ല, വെറും സാധാരണ ഫ്രണ്ട്സ് മാത്രമല്ല. പക്ഷേ തന്നെ ഉമ്മ വയ്ക്കാനൊന്നും പറ്റില്ല താനും. ഇയാൾക്ക് എപ്പോഴും ഉമ്മ വയ്ക്കുന്ന കാര്യമേ പറയാനുള്ളൂ. ഞാൻ അതിലുള്ളതു മാത്രമാണോ? 2 ചുണ്ടുകൾ. അവൾ ജ്യൂസ് കുടിച്ചു തീർത്തു. അത് അവളുടെ മുഖത്ത് ഒരു നേർത്ത ഓറഞ്ച് മീശ ബാക്കി വെച്ചു. ഓ, ആ ഓറഞ്ച് മീശയിൽ ഒന്ന് ഉമ്മ വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ. ജോലിക്കാരി വീണ്ടും വാതിലിൽ തട്ടി. എന്നിട്ട് വലിയൊരു ബൊക്കെ അകത്തേക്ക് കൊണ്ടുവന്നു. നേർത്ത പട്ടുനാട കൊണ്ട് കെട്ടിവെച്ച 3 ഡസൻ മുഴുത്ത റോസാപ്പൂക്കൾ. ഹായ്, റിയ പറഞ്ഞു. ഈ പൂക്കൾ ആര് അയച്ചതാ? ഇയാളാണോ? ഞാനല്ല എന്ന് തലയാട്ടി. ഇത്രയ്ക്ക് ഗംഭീരമായ പൂക്കൾ വാങ്ങാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല. ബൊക്കെ കട്ടിലിൻ്റെ അടുത്തുള്ള മേശപ്പുറത്ത് വെച്ച് ജോലിക്കാരി പോയി. റോഹൻ അയച്ചതാണ്. ബൊക്കയിലെ ഗെറ്റ് വെൽ കാർഡ് വായിച്ചു നോക്കി റിയ പറഞ്ഞു. അതെ, പക്ഷെ മൂപ്പർക്ക് ഇവിടെ ആളുകളുണ്ട്. താൻ അയാളുമായി ബന്ധപ്പെടാറുണ്ടോ? അതാ, എൻ്റെ ഹാഫ് ബോയ് ഫ്രണ്ട് എന്നെ സ്വന്തമാക്കി വെക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ലടോ, എനിക്ക് സുഖമില്ല എന്ന് ഡാഡി റോഹനോട് പറഞ്ഞു കാണും. അതിന് അയാളെന്തിനാ തനിക്ക് പൂക്കളൊക്കെ അയക്കുന്നത്? വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. സ്വന്തമായ ഹോട്ടലുകൾ നടത്തുന്ന ആളാണ് റോഹൻ. ഇതൊക്കെ കക്ഷിക്ക് വളരെ എളുപ്പമാണ്. ഡൽഹിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ച് പൂക്കൾ എത്തിക്കാൻ സെക്രട്ടറി പറഞ്ഞ് ഏൽപ്പിച്ചു കാണും. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കൊന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. വലിയ പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് വൈറൽ പനി പിടിച്ചു കിടക്കുന്ന മറ്റു പണക്കാർക്ക് പൂക്കൾ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ സാധാരണമായിരിക്കാം. ഞാൻ പോകാനായി എഴുന്നേറ്റു. റിയ എന്നെ യാത്രയാക്കാനായി വാതിലോളം വന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ എല്ലാം ഓക്കെ ആയല്ലോ? അവൾ ചോദിച്ചു. ഞാൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. സത്യത്തിൽ എന്തു പറയണമെന്ന് എനിക്ക് പിടിയില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ചങ്ങാതിമാർ അടുത്തു വേണമായിരുന്നു. എൻ്റെ വിദഗ്ധ സമിതിയുടെ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. രുദ്ര ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള പുൽത്തകിടിയിൽ ഞങ്ങൾ ചമ്രം പടിഞ്ഞിരുന്നു. ഞാനും റിയയും തമ്മിൽ നടന്ന സംഭാഷണവും അവളെ ചുംബിക്കാൻ നടത്തിയ വിഫല ശ്രമങ്ങളും ഇടയ്ക്കുള്ള അവളുടെ കെട്ടിപ്പിടുത്തവും എല്ലാം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ അവൾ മേശപ്പുറത്തിട്ട തുറുപ്പ് ചീട്ടിനെക്കുറിച്ചും. ഹാഫ് ഗേൾഫ്രണ്ട്. ഇടയ്ക്കു കയറി വന്ന പൂച്ചെണ്ടിൻ്റെ കാര്യം ഞാൻ ഒഴിവാക്കി. ഈ ചിത്രത്തിലേക്ക് വേറൊരാളെ കൂടി കൊണ്ടുവരണ്ട എന്ന് തോന്നി. ഹാഫ് എന്നുവെച്ചാൽ അത്ര മോശമൊന്നുമല്ല. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും. ആശു പറഞ്ഞു. ഹാഫ് നിറഞ്ഞതോ അതോ ഹാഫ് ഒഴിഞ്ഞതോ? ഞാൻ അലസമായി പുൽത്തുമ്പുകൾ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. വിദഗ്ധ സമിതിയിലെ ഓരോരുത്തരായി ആദ്യ നിരീക്ഷണങ്ങൾ പുറത്തെടുക്കട്ടെ. ആകെ കൂടി ഒരു പറ്റിക്കൽ പരിപാടി പോലുണ്ട്, ശൈലേഷ് പറഞ്ഞു. അല്ലെങ്കിലും ഇവന് നല്ലതൊന്നും ആലോചിക്കാൻ വയ്യ, ആശു പറഞ്ഞു. എപ്പോഴും ഗ്ലാസ് ഹാഫ് ഒഴിഞ്ഞതാണെന്നേ പറയൂ. അങ്ങനെയല്ല, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഹാഫ് വളരെ പ്രധാനം തന്നെയാണ്, ശൈലേഷ് പറഞ്ഞു. രമൺ, നീ എന്തു പറയുന്നു? ഞാൻ ചോദിച്ചു. രമൺ ഒരു ദീർഘശ്വാസം വിട്ടു. നാശം പിടിക്കാൻ. ഒരു പെണ്ണ് ശരീരം കൊണ്ട് അടുക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പിന്റെ സൂചനയാണ്. വെറും മുന്നറിയിപ്പിന്റെ സൂചന മാത്രമല്ല, ശൈലേഷ് പറഞ്ഞു. 1000 വാട്ട് ആംപ്ലിഫയറിലൂടെ ഉച്ചത്തിൽ മുഴങ്ങുന്ന ഒരു ഫയർ ബ്രിഗേഡ് സൈറൻ ആണത്. മിസ്റ്റർ ഡുംറാവ്, കാര്യം പിടികിട്ടുന്നില്ലേ? അവൾ നിന്നെ ഇട്ടു വട്ടം തട്ടി കളിക്കുകയാണ്. ആശു, ഇതു ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എപ്പോഴും എൻ്റെ കൂടെ നിന്നു പിന്തുണയ്ക്കുന്ന ആ തടിയൻ ബീഹാറി എൻ്റെ കണ്ണിൽ തറപ്പിച്ചു നോക്കി. നിനക്ക് അവളെ ഇഷ്ടമാണോ? അതെ, ഞാൻ പറഞ്ഞു. നിനക്ക് അവളെ വിശ്വാസമാണോ? അതെ എന്നെനിക്ക് തോന്നുന്നു. അവൾ എന്നെ പലതവണ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഓ, നൈറ്റ് ഡ്രസ്സും ധരിച്ച് എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവൾ എൻ്റെ മുന്നിൽ ഇരുന്നത്. എനിക്കറിയാൻ വയ്യ. ഇതിലൊക്കെ എന്തോ ഇല്ലേ? നിന്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? എൻ്റെ ഉള്ളിൽ യാതൊന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. തീരുമാനമെടുക്കാതെ ഉരുണ്ടു കളിക്കുന്ന ഒരു പെണ്ണ് സൃഷ്ടിക്കുന്ന കടങ്കഥയ്ക്ക് ഉത്തരം കാണാൻ ബുദ്ധിജീവികളുടെ ഒരു പടയ്ക്കു പോലും പറ്റില്ല. അധികം അനുഭവ സമ്പത്തൊന്നുമില്ലാത്ത എൻ്റെ ഈ വിദഗ്ധ സമിതി വാക്കുകൾക്കായി പരതുകയാണ്. പറ്റില്ല എന്ന് പറയടാ. ഹാഫ് ഗേൾഫ്രണ്ടിൻ്റെ ഇടപാടൊന്നും പറ്റില്ല.
ഒന്നുകിൽ മുഴുവനായി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ശൈലേഷ് പറഞ്ഞു. മുഴുവനായി എന്ന് വെച്ചാൽ അവൾ നിന്റെ ഗേൾഫ്രണ്ട് ആവണം. നിങ്ങൾ തനിച്ചിരിക്കുമ്പോഴും എല്ലാവരുടെ മുന്നിൽ വെച്ചും, രമൺ പറഞ്ഞു. ഞാൻ അവരുടെ ഉപദേശത്തെക്കുറിച്ച് ആലോചിച്ചു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ആ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ റിയയുടെ ഒപ്പം ഇരിക്കുമ്പോൾ അവൾ പറയുന്നതിലാണ് കാര്യം എന്നാണ് തോന്നിയത്. ഞാൻ എന്തു ചെയ്യണം? എല്ലാം ഓക്കെ ആയില്ലേ എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു തല കുലുക്കിയതാ. ഞാൻ പറഞ്ഞു, ഇക്കാര്യം ഇനി സംസാരിച്ചു തീരുമാനിക്കാനുള്ളതല്ല, പ്രവർത്തിച്ചു കാണിക്കാനുള്ളതാ. ശൈലേഷ് പറഞ്ഞു. എങ്ങനെ? അവളെ നിന്റെ റൂമിലേക്ക് വിളിക്ക്. എന്നിട്ട്? ഞാൻ ചോദിച്ചു. 3 പേരും പരസ്പരം നോക്കി അർത്ഥം വെച്ച് ചിരിച്ചു. എന്നിട്ട് എന്താണെന്ന് ഞാൻ എടുത്തു ചോദിച്ചു. ബീഹാറിന്റെ അഭിമാനം കാക്കടാ മോനെ, രമൺ പറഞ്ഞു. എന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ചമർത്തി. ഞങ്ങൾ 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും റിയയ്ക്ക് വയറു വല്ലാതെ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നി. വയറിൽ അമർത്തിപ്പിടിച്ച് അവൾ കളി നിർത്താൻ ആംഗ്യം കാണിച്ചു. വൈറൽ ഫീവർ വന്നു പോയിട്ട് എനിക്ക് മുഴുവൻ അങ്ങ് ശരിയായിട്ടില്ല, റിയ പറഞ്ഞു. അവൾ ബാസ്കറ്റ്ബോൾ കോർട്ടിന് പുറത്തേക്ക് നടന്ന് നിലത്തിരുന്നു. എന്നിട്ട് കൈകളിൽ മുഖം പൂഴ്ത്തി. എനിക്കൊന്ന് കിടക്കണം. അതുമല്ല, ഈ വേഷത്തിൽ വല്ലാതെ തണുക്കുന്നത് പോലെ. അവൾ വല്ലാതെ ഇറക്കം കുറഞ്ഞ ഷോർട്സ് തൊട്ടു കാണിച്ചു. അവ തുടകളുടെ മുകൾ ഭാഗം പോലും കഷ്ടിച്ചു മറയ്ക്കുന്നതേ ഉള്ളൂ. തനിക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ? ഇന്നു കളിക്കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഉഷാറാവും. മുഖത്തുനിന്ന് കൈകൾ മാറ്റി അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. റിയയെ ഒരിക്കൽ കൂടി ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോകണം എന്ന് എൻ്റെ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ട് അതിനകം ഒരാഴ്ച കഴിഞ്ഞിരുന്നു. ബീഹാറിന്റെ മാനം കാക്കട, ഇല്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം എന്നാണ് ഈ 7 ദിവസം അവർ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിതാ അതിനൊരു അവസരം കൈവന്നിരിക്കുന്നു. താൻ എൻ്റെ മുറിയിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പറഞ്ഞു. എന്നെ അകത്തേക്ക് ഒളിച്ചു കടത്താനാണോ? ഞാൻ ചെറുതായൊന്ന് പാവം കളിച്ചു. അതെ, താൻ വന്ന് വിശ്രമിച്ചോ. ഒരു ഉറക്കം പാസാക്കാം. ഞാൻ ഇരുന്ന് പഠിച്ചോളാം. വേണമെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തു പോവുകയും ചെയ്യാം. ഇയാൾ സ്വന്തം മുറിയിൽ നിന്ന് പുറത്തു പോവുകയൊന്നും വേണ്ട. റിയ എഴുന്നേറ്റ് നിന്നു. ഞാൻ പുറത്തു പോവേണ്ട എന്നാണ് അവൾ പറഞ്ഞത്. അതായത് അവൾ രുദ്ര ഹോസ്റ്റലിലേക്ക് വരാൻ സമ്മതിച്ചു എന്നർത്ഥം. ഈ പെണ്ണുങ്ങൾ ഒരു കാര്യവും നേരെ ചൊവ്വ പറയില്ല. പറയുന്നതിൽ ഓരോന്ന് ഏച്ചു കൂട്ടിയും ഊഹിച്ചെടുത്തുമൊക്കെ വേണം അവരുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ. അങ്ങനെ പിന്നെയും ഞാൻ റിയയെ മുറിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. അകത്തു കയറി വാതിലടയ്ക്കുമ്പോൾ സത്യത്തെ നേരിടാനുള്ള സമയമായി എന്നെനിക്ക് വ്യക്തമായിരുന്നു. ബീഹാറിന്റെ മാനം കാക്ക്, സ്വന്തം വില കാക്ക്, ഞാൻ ഉള്ളിൽ സ്വയം ആവർത്തിച്ചുകൊണ്ടിരുന്നു. റിയ കിടക്കയിൽ കയറിയിരുന്നു, കാലുകൾ നീട്ടിവെച്ച്. കിടന്നോളൂ, ഞാൻ പറഞ്ഞു. അത്രയ്ക്കൊന്നും വയ്യാതായിട്ടില്ല, സ്വല്പമൊന്ന് വിശ്രമിക്കണം എന്ന് മാത്രം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇയാൾ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ മട്ടുണ്ടല്ലോ. എന്നാലും തൻ്റെ മുറിയുടെ അത്രയൊന്നും കേമമല്ല. അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള ഒരു മുറി എന്നേ ഉള്ളൂ. ഇയാളെപ്പോലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ താമസിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. തനിക്ക് വസ്ത്രം മാറ്റണോ? ഞാൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. തണുക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? അവളുടെ ബാഗിൽ മാറാനുള്ള വസ്ത്രങ്ങൾ കരുതിയിരുന്നു. എവിടെ നിന്ന് മാറും? റിയ ചോദിച്ചു. ഇവിടുത്തെ ബാത്റൂം ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഇവിടുന്ന് തന്നെ മാറിക്കോ. അയ്യടാ മിസ്റ്റർ, ആ സൂത്രം കയ്യിലിരിക്കട്ടെ. ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാം എന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ? ആൾ മാന്യ ശിരോമണിയാണല്ലോ. അവളുടെ പരിഹാസം കേട്ടില്ലെന്ന് നടിക്കാൻ ശീലിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ ചുമൽ കുലുക്കി. ഈ വേഷത്തിൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്നാൽ എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞു. അതെന്താ? തൻ്റെ ഈ ഷോർട്സ് അതെൻ്റെ ശ്രദ്ധ പാളിക്കുന്നു. ഈ ചുവന്ന ഷോർട്സ് ആണോ? കൃത്യമായി പറഞ്ഞാൽ ആ കാലുകൾ, ഷോർട്സിന് മറയ്ക്കാൻ പറ്റാത്ത തൻ്റെ കാലുകൾ. റിയ ചിരിച്ചു. എന്നിട്ട് ഒരു കിടക്കവിരിയെടുത്ത് കാലുകൾ മറച്ചു. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ മിസ്റ്റർ. ഇനി എന്താ, ഇയാൾക്ക് പഠിക്കണോ? നാശം, ആ രസികൻ കാഴ്ച ഇല്ലാതായി. അതെ, താൻ വിശ്രമിച്ചോളുമല്ലോ. ഓക്കെ, റിയ ചിരിച്ചു. എന്താ, കേട്ടാൽ തോന്നും നടക്കുന്ന കാര്യമാണെന്ന്. എന്താ സംശയം? ഞാൻ തിരിഞ്ഞ് കസേരയിലിരുന്നു. എന്നിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് തുറന്നു. റിയ കിടക്കയിൽ തന്നെ ഇരിക്കുകയാണ്. അവളെ വെറുതെ വിട്ടുകൊണ്ടുള്ള എൻ്റെ ഇരിപ്പിൽ ഒരേ സമയം കൗതുകവും അമ്പരപ്പും ഉള്ളതുപോലെയുണ്ട്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ കിടക്കയിൽ കിടപ്പായി. ഇയാൾ എന്താണ് പഠിക്കുന്നത്? അവൾ കണ്ണടച്ചു കിടന്നുകൊണ്ട് ചോദിച്ചു.
20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുണ്ടായ സാമൂഹിക കലാപങ്ങൾ. എങ്ങനെയുണ്ട് ഇയാളുടെ മാർക്ക്? മോശമില്ല, എന്നാലും ഒന്നാമനൊന്നുമല്ല. ഞാൻ പുസ്തകത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാനാ പ്ലാൻ? റിയ ചോദിച്ചു. ഈ പെണ്ണുങ്ങൾക്ക് ആരും അവരെ അവഗണിക്കുന്നത് സഹിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ബുക്കിനു വേണ്ടി. ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ, കുറച്ചു കാലം ഡൽഹിയിൽ ജോലി ചെയ്യണം, പിന്നെ ഡുംഡ്രാവിലേക്ക് തിരിച്ചു പോവും. അടഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞു. ചില ചൊറിയൻ കാരണവന്മാരാണ് ഓർമ്മ വന്നത്. വെറുതെ ഓരോന്ന് ചോദിക്കും, എന്നിട്ട് എന്ത് ഉത്തരം പറഞ്ഞാലും അതിനെ ഒരു മൂളലിൽ തള്ളിക്കളയുകയും ചെയ്യും. ഞാൻ പഠിക്കട്ടെ റിയ, താൻ റെസ്റ്റ് എടുത്തോ. പ്രത്യേകിച്ചൊരു തന്ത്രമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാലും കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളിലുണ്ടായിരുന്നു. ആദ്യം തന്നെ വലിയ താല്പര്യമുള്ളതുപോലെ കാട്ടരുത്, അപ്പോൾ അവൾ വെറുതെ പ്രഭാഷണം തുടങ്ങുകയേ ഉള്ളൂ. എൻ്റെ മയമില്ലാത്ത പെരുമാറ്റം അവളെ അമ്പരപ്പിച്ചു കാണണം. അവൾ സംസാരിക്കാൻ ഒരുമ്പെട്ടപ്പോഴൊക്കെ ഞാൻ വായടപ്പിച്ചു. അവസാനം അവൾ മിണ്ടാതായി. എനിക്ക് ക്ഷീണിച്ചു. 1 മണിക്കൂർ മിണ്ടാതിരുന്ന ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്താതിരിക്കൂ. റിയ പറഞ്ഞു. ഇനിയിപ്പോൾ ഗമ കാട്ടാൻ അവളുടെ ഊഴമാണ്. എനിക്കും ഒന്നുറങ്ങണം. അവിടെ ഇരുന്നാൽ മതി, ഞാനല്ലേ രോഗി. രോഗി വിശ്രമത്തിലാണ്, റിയ പറഞ്ഞു അടക്കിയ പുഞ്ചിരിയോടെ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചു. എന്നിട്ട് കട്ടിലിനരികിലേക്ക് ചെന്ന് അതിന്മേലിരുന്നു. റിയ, മൃദുവായ സ്വരത്തിൽ ഞാൻ അവളെ വിളിച്ചു. അവൾ പ്രതികരിച്ചില്ല. നല്ല ഉറക്കത്തിലാണെന്ന മട്ടിലാണ് കിടപ്പ്. ഞാൻ അവളുടെ പുതപ്പ് പതുക്കെ ഉയർത്തി. ഇത്തിരി പോന്ന അവളുടെ ഷോർട്സ് കുറച്ചുകൂടി മുകളിലേക്ക് ചുരുണ്ടു കയറിയിരിക്കുന്നു. വെണ്മയാർന്ന ആ കാലുകളിൽ നിന്ന് നോട്ടം പറിച്ചെടുക്കാനാവുന്നില്ല. എന്തോ ഉൾപ്രേരണ കൊണ്ടെന്ന പോലെ അവൾ പുതപ്പ് വീണ്ടും ശരിക്കു വലിച്ചിട്ടു. ആരെങ്കിലും തുറച്ചു നോക്കി നിന്നാൽ പെണ്ണുങ്ങൾക്ക് ഉറക്കത്തിൽ പോലും മനസ്സിലാകും. ഞാൻ അവളുടെ അടുത്തു കിടന്നു, പരസ്പരം സ്പർശിക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്. പുതപ്പിന്റെ ഒരു ഭാഗം കൊണ്ട് ഞാനും പുതച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ചു. 2 മിനിറ്റ് ഞങ്ങൾ അനങ്ങാതെ കിടന്നു. അവൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവളുടെ മൂക്ക് എൻ്റെ വലത്തെ തോളിൽ തട്ടുന്നുണ്ട്. എൻ്റെ കൈമുട്ടിൽ അവളുടെ കൈയിൻ്റെ സ്പർശനം. കണ്ണടച്ചു കിടക്കുകയാണെങ്കിലും തൊട്ടടുത്ത് അവളുടെ ചൂടറിയാം. ഞാൻ ഉറക്കം നടിച്ചുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എൻ്റെ ഇടതു കൈ അവളുടെ ദേഹത്ത് വെച്ചു. അവൾ പ്രതിഷേധിച്ചില്ല. എൻ്റെ ഇടതു കൈ ആ നീണ്ട മുടിയിൽ സ്പർശിച്ചു. അവളുടെ മൂക്ക് ഇപ്പോൾ എൻ്റെ നെഞ്ചിൽ പൂട്ടുകിടക്കുകയാണ്. ആ പതിഞ്ഞ ശ്വാസം എൻ്റെ ദേഹത്തിന് തൊട്ടറിയാം. എൻ്റെ കൈ അവളുടെ പുറത്ത് താഴോട്ട് നീങ്ങി. എന്നിട്ട് പതുക്കെ അവളെ എന്നോടടുപ്പിച്ചു. അവൾ ഉറക്കം തുടർന്നു, അഥവാ ഉറങ്ങുന്നതായുള്ള അഭിനയം തുടർന്നു. ഞാൻ അവളുടെ ദേഹത്തു കാൽ കയറ്റി വെച്ചു. ഇതുവരെ ചെയ്ത ഏറ്റവും ധീരമായ കാര്യം. അവളുടെ കാലുകളുടെ അനാവൃതമായ മിനുമിനുപ്പ് എൻ്റെ കാലുകളിൽ സ്പർശിച്ചു. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതുപോലെ തോന്നി. ഒരുമ്മ കൊടുക്കുവാനുള്ള മോഹം എങ്ങനെയോ ഞാൻ അടക്കി. എൻ്റെ കൈ അവളുടെ പുറത്ത് കുറച്ചുകൂടി താഴോട്ട് നീങ്ങി. അരക്കെട്ടിനടുത്തെത്തിയപ്പോൾ അവളുടെ ശബ്ദം എന്നെ ഞെട്ടിച്ചു. മിസ്റ്റർ ഝാ. യെസ് മിസ്റ്റർ സൊമാനി. ഇതിന് ഉറക്കമെന്നല്ല പറയുക. താൻ ഉറങ്ങിക്കോ. ഓഹോ, പക്ഷെ ഇങ്ങനെ എൻ്റെ മേൽ കയറി നിരങ്ങിയാൽ ഞാൻ എങ്ങനെ ഉറങ്ങും? ഞാൻ ചിരിച്ചുപോയി. അവളെ വലിച്ചെടുത്ത് ആ മുഖം പിടിച്ചുയർത്തി ചുംബിക്കാൻ തുനിഞ്ഞു. പക്ഷെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. മാധവ്, ഒന്ന് തന്നെത്താൻ നിയന്ത്രിക്കൂ, റിയ പറഞ്ഞു. അവൾ എൻ്റെ പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വിട്ടില്ല. എന്തിനാ? ഞാൻ ചോദിച്ചു. നമ്മൾ അങ്ങനെ പരസ്പരം പറഞ്ഞു സമ്മതിച്ചതല്ലേ? എന്നാലും അതെന്തിനാ? അങ്ങനെ വേണം. അയ്യേ മാധവ്, ഞാനിപ്പോൾ ഇയാളുടെ എന്നെ വിടൂ. റിയ വാ. പിടിവിടാൻ എനിക്ക് നോവുന്നു. ഞാൻ അവളുടെ മേലുള്ള പിടിവിട്ടു. റിയ കട്ടിലിൻ്റെ അരികിലേക്ക് ഉരുണ്ടുമാറി. എനിക്ക് തന്നെ വേണം. പറ്റില്ല. ഒന്ന് സമ്മതിക്ക്. ഇല്ല, സമ്മതിച്ചേ തീരൂ. അങ്ങനെ പറഞ്ഞാൽ? റിയ ചോദിച്ചു. അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് എന്നെ കടുപ്പത്തിൽ തുറിച്ചു നോക്കി. എന്നാൽ ഞാൻ വല്ലാത്ത വികാരത്തിന് കീഴ്പ്പെട്ടു പോയിരുന്നു. വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിധം. കാത്തിരുന്ന് ക്ഷമ കാട്ടുന്ന കളി തുടങ്ങിയിട്ട് വേണ്ടതിലധികം സമയമായി. ഇനിയിപ്പോൾ അവൾ എനിക്ക് വഴങ്ങേണ്ട സമയമായി. എന്താ തൻ്റെ പ്രശ്നം? ഞാൻ ചോദിച്ചു. പ്രശ്നം ഇയാൾക്കാ. ഇഷ്ടം പോലെ വന്ന് ചൂട് തീർക്കാനുള്ളതല്ല ഞാൻ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഇയാൾക്ക് നമ്മൾ പറഞ്ഞു തീരുമാനിച്ചതുപോലെ ചെയ്താൽ പോരെ?
ശരീരം കൊണ്ടുള്ള ഒന്നും വേണ്ട, അടുത്ത ചങ്ങാതിമാരായി ഇരുന്നാൽ മതി. അതു ശരിയാവില്ല. ഓഹോ, അപ്പോൾ പിന്നെ നമുക്ക് ചങ്ങാതിമാർ പോലും ആവാൻ പറ്റില്ലെന്നായിരിക്കും. ഞാൻ അവൾക്ക് മറുപടി നൽകിയില്ല. മെനഞ്ഞെടുത്ത തന്ത്രങ്ങളും തർക്കുത്തരങ്ങളുമെല്ലാം തീർന്നു പോയിരുന്നു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രങ്ങൾ ശരിക്കും പിടിച്ചിട്ട് ബാഗും കയ്യിലെടുത്ത് സ്ഥലം വിടാനൊരുങ്ങി. ദേഷ്യവും മോഹവും കൂടിക്കലർന്നു. ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇങ്ങനെ നിനക്കെന്നെ ഇട്ടു കളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ കളിപ്പാട്ടമൊന്നുമല്ല. കളിപ്പാട്ടമോ? നീ എന്നെ വെറുതെ ഉപയോഗിക്കുകയാ, വേറൊരുത്തൻ വന്ന് ചാടുന്നതുവരെ. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഇയാളാണ് എന്നെ ഉപയോഗിക്കാൻ നോക്കുന്നത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നശിപ്പിച്ചുകൊണ്ട്. ബൈ. ഞാൻ അവളെ വലിച്ചെടുപ്പിച്ചു. അവൾ വീണ്ടും കട്ടിലിലിരുന്നു എൻ്റെ അടുത്ത്. അത് ശരിയായ ചങ്ങാത്തമല്ല. എനിക്കിതിൽ തൃപ്തി തോന്നുന്നില്ല. അവൾക്ക് എൻ്റെ മറുപടി പിടികിട്ടാത്തതുപോലെ തോന്നി. ഞാൻ റിയയെ ചുംബിക്കാനായി കുനിഞ്ഞു. അവൾ വീണ്ടും മുഖം തിരിച്ചു. ഒരൊറ്റത്തവണ. പറ്റില്ല, പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. റിയ എൻ്റെ ക്ഷമ വിട്ടു തുടങ്ങി. ഞാൻ അവളുടെ ചുമലിൽ കയറി പിടിച്ചു. മാധവ്, ഇയാളുടെ ഈ വശം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മേൽ ബലം പ്രയോഗിക്കുന്നോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? തരുന്നെങ്കിൽ താടി, ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോ. എന്തു പറഞ്ഞു? പരുക്കനായ തനി നാടൻ ഹിന്ദിയിലാണ് ഞാനത് പറഞ്ഞത്. കിടന്നു താടി, ഇല്ലെങ്കിൽ കടന്നുപോ എന്നു പച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ. ഞാനത് പറഞ്ഞ രീതി കൂടി നോക്കിയാൽ ഇതിലും മോശമാണ്. എനിക്കറിയില്ല എന്താണാവോ ആ ദിവസം എനിക്ക് പറ്റിയത്. ഇനി അങ്ങ് കാത്തിരിക്കാൻ വയ്യ എന്നായിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അരക്ഷിതത്വ ബോധവും ഭയവുമായിരിക്കാം കാരണം. അല്ലെങ്കിൽ ഡുംബ്രാവിൽ നിന്നുള്ള ഒരു മുരടൻ ബീഹാറിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ മൃഗം പുറത്തു ചാടിയതാവാം. വൃത്തികേടാണ് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിൽ തെളിഞ്ഞു. പിന്നെ അത് തിരിച്ചെടുക്കാനായി ശ്രമം. എന്തു വർത്തമാനമാ ഈ പറഞ്ഞത്? ഒന്നുമില്ല. നോക്കൂ, ഞാൻ അവളുടെ മേലുള്ള പിടിവിട്ടു. എൻ്റെ ആലോചനകൾ സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുന്നതിന് മുമ്പേ റിയ സൊമാനി സ്വന്തം സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് സ്ഥലം വിട്ടു. പലതവണ ഞാൻ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ അയച്ച 27 മെസ്സേജുകൾക്കും അവൾ മറുപടി നൽകിയില്ല. എന്നും രാവിലെ ഞാൻ കോളേജ് ഗേറ്റിൽ അവൾക്കായി കാത്തു നിൽക്കും. അവളാകട്ടെ BMW കാറിൽ നിന്നിറങ്ങി എന്നെ കാണാത്ത മട്ടിൽ വേഗം ക്ലാസ്സിലേക്ക് നടക്കും. ഇടവേളകളിൽ അവൾ പെൺസുഹൃത്തുക്കളുടെ നടുവിലായിരിക്കും. ക്യാൻറ്റീനിൽ ഞാൻ അവളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഫോൺ കയ്യിലെടുത്ത് ആരോടോ സംസാരിക്കുന്നതായി നടിക്കും. നീ അല്പം കടന്നുപോയി, ശൈലേഷ് പറഞ്ഞു. മുറിയിൽ വെച്ചുണ്ടായ അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. ചൂടൻ രംഗങ്ങളൊക്കെയുള്ള കഥ കേൾക്കാൻ വെമ്പിക്കൊണ്ടാണ് അവർ ഞാൻ പറയുന്നത് കേൾക്കാനിരുന്നത്. എന്നാൽ കേട്ടതോ സംഗതി ആകെ കുളമായ കാര്യവും. ഞാൻ റിയയോട് പറഞ്ഞ ആ തരുന്നെങ്കിൽ താടി ഡയലോഗ് കേട്ടപ്പോൾ തൊലിക്കട്ടിക്കാരായ എൻ്റെ ചങ്ങാതിമാർ പോലും വിറങ്ങലിച്ചുപോയി. ഞങ്ങൾ ചിലപ്പോൾ തമ്മിൽ വൃത്തികേടുകൾ പറയാറൊക്കെയുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ആരും അങ്ങനെ പറയില്ല. ഈ മണ്ടനായ ഞാനാവട്ടെ ആ രീതിയിൽ സംസാരിച്ചത് ഭൂമിയിലുള്ള മറ്റാരെക്കാളുമേറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പെണ്ണിനോടാണ്. ആദ്യം ഈ കുഴപ്പത്തിനൊരു പരിഹാരം കാണ്. അടുപ്പമുണ്ടാക്കുന്നതൊക്കെ പിന്നെയാവാം, ആശു പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ കോപമുണ്ട്. വന്നുപോയ കുഴപ്പം പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ റിയ എന്നെയൊന്ന് കാണാൻ കൂട്ടാക്കിയിട്ട് വേണ്ടേ? നിസ്സഹായനായ എനിക്ക് അവളെ വിടാതെ പിന്തുടരുകയല്ലാതെ മാർഗമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവളോട് ഒറ്റയ്ക്ക് നിർത്തി സംസാരിക്കണം. ഹിന്ദിയിൽ ഒരു വാക്കുപോലും പറയില്ല എന്ന് ഞാൻ സ്വയം പ്രതിജ്ഞ ചെയ്തു. ഇനിയും മര്യാദ കെട്ട വാക്കുകൾ പുറത്തു വന്നാലോ? ഒടുവിൽ ഞാൻ അവളെ ഒറ്റയ്ക്ക് കണ്ടെത്തുക തന്നെ ചെയ്തു. ലൈബ്രറിയിൽ യൂറോപ്യൻ സാഹിത്യ ചരിത്രം പഠിക്കാനുള്ള പുസ്തകത്തിൽ തലയും പൂഴ്ത്തിയിരിക്കുകയാണ്. ചുവപ്പും വെള്ളയും കലർന്ന ഒരു സൽവാർ കമീസാണ് വേഷം. കാതിൽ കറുത്ത ഇയറിങ്ങുകളും. റിയ, ഞാൻ മന്ത്രിച്ചു. അവൾ ഇരിപ്പിടം മാറാനായി എഴുന്നേറ്റു. 2 മിനിറ്റ് പ്ലീസ്, ഞാൻ പറഞ്ഞു. എന്നെ അവഗണിച്ചുകൊണ്ട് അവൾ കുട്ടികൾ കൂടിയിരിക്കുന്ന വേറൊരു മേശയിലേക്ക് നീങ്ങി. അവിടെ വെച്ച് അവളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പുറത്ത് കാത്തു നിൽക്കും, ഞാൻ പറഞ്ഞു. 10 വിദ്യാർത്ഥികൾ ഒന്നിച്ച് തലയുയർത്തി എന്നെ അമ്പരപ്പോടെ നോക്കി. റിയ അതേ പേജ് വായിക്കുന്നത് തുടരുകയാണ്. 2.5 മണിക്കൂർ ഞാൻ ലൈബ്രറിക്ക് പുറത്ത് കാത്തു നിന്നു. അവൾ പുറത്തു വന്നപ്പോൾ എന്നെ കണ്ടു.
ഉടൻ തന്നെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കുകയും ചെയ്തു. 2 മിനിറ്റ്. അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇയാളോട് സംസാരിക്കാൻ വയ്യ, മനസ്സിലായോ? ഞാൻ തൻ്റെ പിന്നിൽ നിന്ന് മാറില്ല. അതിലും ഭേദം സംസാരിക്കുന്നതാണ്. അവൾ എന്നെ കോപത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ട് അനങ്ങാതെ നിന്നു, മുറുകെ പിടിച്ച മുഷ്ടികളോടെ. വേഗമാകട്ടെ, 2 മിനിറ്റ് ഇപ്പോൾ തീരും, റിയ പറഞ്ഞു. നോക്കൂ, ഐ ആം സോറി, റിയലി സോറി. റിയ കൈകൾ പിണച്ചു നിന്നു. പുസ്തകം കയ്യിൽ തന്നെയുണ്ട്. വെറുതെ സമയം കളയണ്ട. സോറി പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ എന്തു തോന്നി എന്ന് വല്ല ധാരണയുമുണ്ടോ? അവൾ എൻ്റെ കണ്ണുകളിൽ തുറിച്ചു നോക്കി. ഞാൻ നോട്ടം തിരിച്ചു. മാധവ്, ഞാൻ അധികം ആരോടും മിണ്ടാൻ പോകുന്ന ആളല്ല. ആളുകളോട് മനസ്സ് തുറക്കാൻ എനിക്ക് വിഷമമാണ്. ഇയാളെ ഞാൻ വിശ്വാസത്തിലെടുത്തു. എന്നിട്ട് ഇയാൾ... അവൾ കീഴ്ചുണ്ട് കടിച്ചു. ഞാൻ വെറുതെ എന്താണ് എന്നോട് പറഞ്ഞത്? എൻ്റെ ഹിന്ദി അത്ര കേമമൊന്നും അല്ലായിരിക്കാം. എന്നാലും അതൊക്കെ എനിക്ക് മനസ്സിലാവും മാധവ്. റിയ മുഖം ഒരു വശത്തേക്ക് തിരിച്ചു. പിന്നെ തന്നെ താനെന്നോണം പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ ഇയാളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നതാണ്. റിയ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ശരി, ഇഷ്ടം കാണിക്കാൻ പറ്റിയ അന്തസ്സുള്ള രീതി തന്നെ. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ. ഞാൻ തുറന്നു പറയാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്രയും വൃത്തികെട്ട രീതിയിൽ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. ഇയാളെ ഞാൻ എൻ്റെ ലോകത്തിലേക്ക് വിളിച്ചു കയറ്റി. നമുക്കിടയിൽ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു താനും. ഇപ്പോഴും ഉണ്ട്. ഇല്ല, ഇപ്പോഴില്ല. ഇയാൾക്ക് അങ്ങനെ എന്നോട് സംസാരിക്കാൻ സാധിച്ചുവെങ്കിൽ എന്നെക്കുറിച്ച് മനസ്സിലുള്ള ധാരണ എന്തായിരിക്കാം? എനിക്ക് തൻ്റെ കൂടെ ഒപ്പമുണ്ടാവണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും വിട്ടുമാറാതെ. തരുന്നെങ്കിൽ താടി എന്നല്ലേ പറഞ്ഞത്? അതാണോ ഒപ്പമുണ്ടാവൽ? ഇതെല്ലാം എൻ്റെ ഒന്നിനും കൊള്ളാത്ത കൂട്ടുകാരുടെ പണിയാണ്. അവരാണെന്നെ പിരികയറ്റി വിട്ടത്. അവർ പറഞ്ഞു, പോയി അവളുടെ കൂടെ കിടക്ക്, അല്ലെങ്കിൽ അവൾ ഒരിക്കലും നിന്റെ ആവില്ല എന്ന്. അപ്പോൾ ഇയാൾ ഇക്കാര്യം ആദ്യം കൂട്ടുകാരുമായി ചർച്ച ചെയ്തോ? എല്ലാം ഒന്നുമില്ല, പക്ഷേ ഞാൻ അവളുമായി ഇന്ന് പണി പറ്റിക്കും എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ അവൾ കൈയുയർത്തി എന്നെ നിശബ്ദനാക്കി. ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, അവൾ പറഞ്ഞു. ശാന്തത പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ അവളുടെ ശബ്ദം വിറപൂണ്ടു. ശരി. 1, ഇനി ഒരിക്കലും ഞാനുമായി സംസാരിക്കാൻ ശ്രമിക്കരുത്. 2, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല. ഇനി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളാം എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. 3, എൻ്റെ പിന്നാലെ വരരുത്. ഇത് വല്ലാത്ത ശല്യമാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യം പറയാനോ കോളേജ് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാനോ എനിക്കിഷ്ടമല്ല. റിയ, ഒന്ന് പോകുന്നുണ്ടോ? കൈകൾ മാറിൽ പിണച്ചുകൊണ്ട് അഭ്യർത്ഥന പോലെ അവൾ പറഞ്ഞു. ഞാൻ അവസാനമായി അവളെ ഒന്ന് നോക്കി. സുന്ദരമായ ആ മുഖത്ത് കോപവും സങ്കടവുമാണ്. ഞാൻ തലോടിയ നീളൻ മുടി, ചുംബനമർപ്പിച്ച ചുണ്ടുകൾ. സാവധാനം ഞാൻ തിരിഞ്ഞു നടന്നു. നടന്നകലുന്ന അവളുടെ കാലടിയൊച്ച നേർത്തു വന്നു. 6 മാസം കഴിഞ്ഞ്. റിയയുമായുള്ള വേർപിരിയലിനു അഥവാ ഹാഫ് വേർപിരിയലിനു ശേഷം എൻ്റെ പ്രകൃതം തന്നെ അപ്പാടെ മാറി. കോളേജിലുള്ളവർ എന്നെ സ്റ്റീഫൻസ് മൗനി ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒന്നുപോലും വിടാതെ എല്ലാ ക്ലാസ്സിലും ഞാൻ പോകും. മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കും. എന്നിട്ട് കോടതിയിലെ പകർപ്പെഴുത്തുകാരെ പോലെ കുനിഞ്ഞിരുന്ന് കുറിപ്പുകൾ എഴുതിയെടുക്കും. പ്രൊഫസറോട് സംശയങ്ങളൊന്നും ചോദിക്കാറില്ല. മുറിയിലെത്തിയാൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കും, ഒരക്ഷരം പോലും മിണ്ടാതെ. ആദ്യമൊക്കെ അവർ എന്നെ ഉഷാറാക്കിയെടുക്കാൻ ശ്രമിച്ചു. റിയയിൽ നിന്ന് എൻ്റെ മനസ്സ് വേർപെടുത്തിയെടുക്കാൻ വേണ്ടി അവർ എനിക്ക് ചൂടൻ ചിത്രങ്ങൾ നിറഞ്ഞ പ്ലേബോയ് മാസികകൾ തന്നു. വെള്ളമടിയും നടത്തി. പക്ഷെ അവരുടെ നേരത്തെയുള്ള ഉപദേശങ്ങൾ പോലെ തന്നെ ഈ ചികിത്സയ്ക്കും ഫലമുണ്ടായില്ല. കുറച്ചെങ്കിലും എനിക്ക് ആശ്വാസം തന്നത് ബാസ്കറ്റ്ബോളാണ്. റിയയെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ കോർട്ടിലെത്തും. പന്ത് അങ്ങുമിങ്ങും തട്ടിയോടിയും ബാസ്ക്കറ്റിലേക്കെറിഞ്ഞും 3 മണിക്കൂർ ചെലവിടുമ്പോൾ ഹൃദയവേദന തൽക്കാലം ഒന്ന് ശമിക്കും. ചിലപ്പോൾ ശരീരം തളർന്നു പോകുന്നത് കൊണ്ടാവാം. സത്യത്തിൽ ഞാൻ കോർട്ടിൽ പോയിരുന്നത് അവളെങ്ങാനും അവിടെ വന്നാലോ എന്ന ചെറിയൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ ഒരിക്കലും അവൾ വന്നില്ല. ചിലപ്പോൾ ഔറംഗസേബ് റോഡിലെ 100-ാം നമ്പർ വീടിന്റെ പിൻമുറ്റത്ത് അവളുടെ അച്ഛൻ സ്വന്തമായി ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് പണിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ കോളേജിലെ ഇടനാഴികളിൽ പതുങ്ങി നിൽക്കും, അവളുടെ ക്ലാസ് കഴിയുന്നതും കാത്ത്. ദൂരെ മാറി നിൽക്കുകയേ ഉള്ളൂ.
അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി വരുന്നതും അപ്പോൾ തന്നെ കൂട്ടുകാരുടെ സംഘത്തിലേക്ക് അപ്രത്യക്ഷയാകുന്നതും ഞാൻ നോക്കി നിൽക്കും. കണ്ണുകൾ പരസ്പരം ഇടയാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഒരിക്കൽ അവൾ എന്നെ കാണുക തന്നെ ചെയ്തു. അവൾ പുഞ്ചിരിച്ചില്ല, മുഖം തിരിച്ചതുമില്ല, മുഖത്ത് ദേഷ്യഭാവം പോലും കാണിച്ചില്ല. യാതൊരു പ്രതികരണവും ഇല്ലാത്തതുപോലെ. അതെന്നെ കൊല്ലുന്നതുപോലെ തോന്നി. അവൾ മുന്നോട്ട് ചാടിക്കയറി വന്ന് എന്നെ തല്ലുകയോ അലറി വിളിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പം തോന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ എന്നൊരാളെ ഇല്ലാത്തതുപോലെ, എന്നിലൂടെ അപ്പുറത്തേക്ക് നോക്കുന്നതുപോലെ. രാത്രിയാവുമ്പോഴായിരുന്നു ഏറ്റവും വിഷമം. ഉറങ്ങാനേ പറ്റില്ല. അവളുമായുള്ള ബന്ധം താറുമാറാക്കിയ അതേ കിടക്കയിൽ ഞാൻ കിടക്കും. ഒരു ഭോജ്പൂരി സിനിമയിലെ വില്ലനെ പോലെ ഞാൻ തറ ഡയലോഗ് പറഞ്ഞ അതേ സ്ഥലം. ചെയ്തുപോയ കാര്യം ഇല്ലാതാക്കുന്ന വല്ല സമയയന്ത്രവും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് പ്രവചിക്കാനും സ്ഥലക്കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാനുമൊന്നും എനിക്ക് അതിൻ്റെ സഹായം ആവശ്യമില്ല. ആ പറഞ്ഞ ഒരൊറ്റ വാചകം ഇല്ലായ്മ ചെയ്ത് കിട്ടിയാൽ മതി. കാമവെറിയും എടുത്തുചാട്ടവും മണ്ടത്തരവും എല്ലാം ചേർന്നാണ് ഞാൻ അത് പറഞ്ഞു പോയത്. പുരുഷന്മാർ മിക്ക സമയത്തും അത്തരമൊരു അവസ്ഥയിലാവും താനും. ഉറക്കം വരാതെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ബാസ്കറ്റ് ബോളെടുത്ത് മുറിയുടെ ചുമരിൽ എറിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്തെ മുറിയിലെ പയ്യൻ അലറി വിളിക്കുന്നതുവരെ. ശ്രദ്ധ തിരിയാൻ വേണ്ടി പഠിക്കാനുള്ള പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തിയിരിക്കും. ലൈബ്രറിയിൽ നിന്ന് മനഃശാസ്ത്രത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഉള്ള പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. അവയിലൂടെ ഞാൻ സ്ത്രീകളുടെ മനസ്സു പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ആശയക്കുഴപ്പം വർദ്ധിച്ചതേയുള്ളൂ. അവയിലെ ഇംഗ്ലീഷ് വിഷമം പിടിച്ചതായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആശയങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ടാവാം. ഒരു പഠനം പറയുന്നത് സ്ത്രീകൾക്ക് ദീർഘകാലത്തേക്കുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാനാണ് ഇഷ്ടം എന്നാണ്. എന്നാൽ എനിക്കും അങ്ങനെ തന്നെയല്ലേ വേണ്ടിയിരുന്നത്? പിന്നെ എന്താ ഈ സിദ്ധാന്തത്തിന് ഇത് വിശദീകരിക്കാൻ കഴിയാത്തത്? പത്രങ്ങളിൽ സ്ത്രീകളെക്കുറിച്ചുള്ള എന്തു വാർത്ത വായിച്ചാലും ഞാൻ അത് റിയയുമായി ബന്ധിപ്പിച്ചു നോക്കും. താൻ മാനസികമായി വിഷമത്തിലാണ് എന്ന് വല്ല അഭിമുഖത്തിലും ഒരു നടി പറഞ്ഞാൽ അപ്പോൾ ഞാൻ തലകുലുക്കും. അതെ, എൻ്റെ റിയ പോലും വിഷമത്തിലാണ്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും മനസ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂ. പക്ഷേ എനിക്കതിന് സാധിച്ചിട്ട് വേണ്ടേ? 5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജന്മദിനം വന്നു. ഞാൻ കൂട്ടുകാരുമൊത്ത് ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു. അതേ സമയത്ത് അതാ റിയ കൂട്ടുകാരികളുടെ കൂടെ കയറി വരുന്നു. അവൾ എനിക്ക് ആശംസ പറയുമോ എന്നറിയാനായിരുന്നു കൂട്ടുകാർക്ക് ആകാംക്ഷ. ഞാൻ ഒരു കട്ട്ലറ്റിൻ്റെ കഷ്ണം പൊട്ടിച്ചെടുക്കുന്നതിനിടയിൽ അവർ തുടങ്ങി, ഹാപ്പി ബർത്ത്ഡേ ടു യു മാധവ്. ആ പെൺകൂട്ടം അത് കേട്ടെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മട്ടേ കാണിച്ചില്ല. റിയ ഒന്ന് കണ്ണിമ വെട്ടിച്ചതുപോലുമില്ല. എൻ്റെ ഹൃദയം മുന്നിലിരുന്ന കട്ട്ലറ്റ് പോലെ നുറുങ്ങിപ്പോയി. നീ ഭാഗ്യവാനാടാ. ഇതുപോലെ മനസ്സ് കല്ലായ ഒരു പെണ്ണ് ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടിയല്ലോ, രമൺ പറഞ്ഞു. പിന്നീടൊരു ദിവസം ഉച്ചതിരിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നിലെ പുൽത്തകിടിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു കാർ ഗേറ്റ് കടന്നു വന്നു. എല്ലാ പിള്ളേരുടെയും നോട്ടം അതിനു നേരെയായി. എന്തൊരു ഗംഭീരൻ കാറ്! വളരെ വിലപിടിച്ചതാണെന്ന് 20 മീറ്റർ ദൂരെ നിന്ന് പോലും കണ്ടാലറിയാം. ബെന്റ്ലി കാറാ. വില 2 കോടിയിലേറെ വരും. എൻ്റെ അടുത്തിരുന്ന ഒരു പയ്യൻ അവൻ്റെ ചങ്ങാതിയോട് പറയുന്നത് കേട്ടു. കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി. കറുത്ത ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. കോളേജ് തൻ്റെ സ്വന്തമാണെന്ന് എന്ന മട്ടിലാണ് നടത്തം. റിയ സൊമാനി കോളേജിൻ്റെ പ്രധാന കെട്ടിടത്തിൽ നിന്നിറങ്ങി വന്ന് ബെന്റ്ലിക്ക് നേരെ നടന്നു. ഞാൻ എഴുന്നേറ്റ് കാർ പോകുന്ന വഴിക്കടുത്തേക്ക് നടന്നു. എന്നെ ആരും നോക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടാണ്. അല്ല, എൻ്റെ കാര്യത്തിൽ വല്ലവർക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആ ചെറുപ്പക്കാരൻ്റെ മുഖം പരിചയമുള്ളതുപോലെ തോന്നി. അവർ പരസ്പരം ചേർത്തു പിടിച്ചു. അയാൾക്ക് റിയയേക്കാൾ 1 ഇഞ്ച് ഉയരം കുറവാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. രോഹൻ ചന്ദക്. ആ പേര് എൻ്റെ തലയ്ക്കകത്ത് ചാടി വന്നു. ഈ നാശം പിടിച്ചവന് ഇവിടെ എന്താണ് കാര്യം? ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം പാസ്സാക്കുന്നതിലേക്ക് എത്ര വേഗമാണ് മനസ്സ് ചാടുന്നത്. എന്തിനാണ് റോഹൻ കോളേജിൽ വന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. ചിലപ്പോൾ ഈ കെട്ടിടം അപ്പാടെ വിലയ്ക്ക് വാങ്ങി ഒരു ഹോട്ടൽ തുടങ്ങാനാവാം. അതിനു വഴിയില്ല.
കാരണം മൂപ്പർ കെട്ടിടത്തിനകത്തേക്ക് കയറിയതേയില്ല. രണ്ടുപേരും കാറിൽ കയറി ഓടിച്ചുപോയി. റിയയുടെ BMW ബെഡ്ലിയുടെ പിന്നാലെ നീങ്ങി. പുൽത്തകിടിയിൽ ഇരുന്ന പിള്ളേരിൽ നിന്ന് ഹോ ഹായ് എന്നു ശബ്ദമുയർന്നു. ഇങ്ങനെ പൂത്ത കാശുള്ള ഒരു ബോയ് ഫ്രണ്ട് എനിക്കും വേണം, അടുത്തിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു. ഓഹോ, അയാൾ അവളുടെ ബോയ് ഫ്രണ്ടാണോ? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കരുതാത്തതാണ്, എന്നാലും ചോദിച്ചുപോയി. നേരത്തെ തെളിഞ്ഞിട്ടുള്ളതുപോലെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്ക് വളരെ കുറവാണ്. എനിക്കെങ്ങനെ അറിയാനാ? ആ പെൺകുട്ടി മുഖം തിരിച്ചു. റോഹൻ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും ആ ബെന്റ്ലി കാർ പുറത്തുവിട്ട പുകയുടെ മണം എൻ്റെ മൂക്കിൽ തങ്ങി നിന്നു. ഒരുപക്ഷെ അത് എൻ്റെ ഉള്ളിലെ പുകച്ചിലായിരിക്കാം. എനിക്ക് റിയയോട് സംസാരിക്കാതെ വയ്യ എന്നായി. ഹാർമണി എന്ന സെന്റ് സ്റ്റീഫൻസിലെ വാർഷിക കലോത്സവത്തിൻ്റെ ദിവസം എങ്ങനെയെങ്കിലും ഇത് സാധിക്കണം എന്ന് ഞാൻ തീർച്ചയാക്കി. ഞങ്ങളുടെ സൗഹൃദം വീണ്ടെടുക്കാനുള്ള ഒരു അവസാന ശ്രമം. കലോത്സവത്തിൽ പല മത്സരങ്ങളുമുണ്ട്. ഡാൻസ്, സംഗീതം, ഡിബേറ്റ്, നിധിവേട്ട, അങ്ങനെ പലതും. എല്ലാ വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് വന്നു പോകുന്നവർ അടക്കം ആ ദിവസം രാത്രി വൈകുവോളം കോളേജിൽ തന്നെ ഉണ്ടാവും. റിയ ഇംഗ്ലീഷ് ഗാന മത്സരത്തിൽ സമ്മാനാർഹയായി കഴിഞ്ഞു. പാശ്ചാത്യ ഡാൻസിലും അവൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സദസ്സിൽ സ്ഥാനം പിടിച്ചു. കോളേജിന് മുന്നിലെ പുൽത്തകിടിയിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ കണ്ണും നട്ട് മുൻനിരയിൽ തന്നെ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളിൽ നിന്നും കുട്ടികൾ ഇടിച്ചുകയറി വന്നിട്ടുണ്ട്. സെന്റ് സ്റ്റീഫൻസിലെ സുന്ദരിമാരെ വായുനോക്കാൻ വേണ്ടി പറ്റിയ സ്ഥാനങ്ങൾ കണ്ടെത്തി ഇരിക്കുകയാണവർ. ആ പയ്യന്മാരിൽ ചിലരെ കണ്ടാൽ എൻ്റെ നാട്ടിലുള്ള ചില ആണുങ്ങളെപ്പോലെയുണ്ട്. വളരെ ഉച്ചത്തിൽ ഹിന്ദിയിലാണ് അവരുടെ സംസാരം. സുന്ദരിയായ ഒരു പെൺകുട്ടി സ്റ്റേജിൽ വരുമ്പോഴൊക്കെ അവർ വിസിൽ മുഴക്കും. സ്റ്റീഫൻസിലെ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമാവുന്നില്ല. ഉള്ളിലുള്ള വികാരങ്ങൾ ഇങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാത്ത മാന്യന്മാരാണല്ലോ ഞങ്ങൾ. വായ്നോട്ടമൊക്കെ ഞങ്ങളും നടത്താറുണ്ട്, കുറച്ച് അന്തസ്സുള്ള രീതിയിലാണെന്ന് മാത്രം. പിങ്ക് ടൈറ്റ്സും വെള്ള നിറത്തിൽ തിളങ്ങുന്ന ടോപ്സും ധരിച്ച ഒരു ഡസൻ പെൺകുട്ടികൾ സ്റ്റേജിലെത്തി. ഏറ്റവും ഉയരമുള്ള റിയയെ പെട്ടെന്ന് തിരിച്ചറിയാം. അവളാണ് സ്റ്റേജിന്റെ ഒത്ത നടുവിൽ. സ്റ്റേജ് ലൈറ്റുകളുടെ നിറം മാറി. അനൗൺസറുടെ ജാട നിറഞ്ഞ ശബ്ദം ജീവപരിണാമത്തെക്കുറിച്ചും പ്രകൃതിയിൽ നിന്ന് ജീവൻ ഉളവായതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ ഗംഭീരമാണെന്ന് തോന്നും. പിന്നീട് ആലോചിക്കുമ്പോൾ വെറും ചവറാണെന്നും. റിയയുടെ ഒതുങ്ങിയ പ്രകൃതവും വടിവത്ത ശരീരവും കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും കാരണം എല്ലാ കണ്ണുകളും അവളുടെ നേരെയായിരുന്നു. കമന്റേറ്റർ വശ്യമായ സ്വരത്തിൽ വിവരണം തുടരുമ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് മനസ്സിൽ പറഞ്ഞു പഠിക്കുകയായിരുന്നു. റിയ, ആർക്കായാലും രണ്ടാമതൊരു അവസരം കൂടി കൊടുക്കണം. സ്റ്റേജിൽ റിയ നൃത്ത ചുവടുകൾക്കിടയിൽ കൈകുത്തി മറിയുകയാണ്. എത്ര മനോഹരം! ഓരോ തവണയും കാണുകൾ എല്ലാം മറന്നു കൈയടിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും. എൻ്റെ റിയ, നിന്നെ ഓർക്കാത്ത ഒരൊറ്റ ദിവസം പോലും എനിക്കില്ല, ഞാൻ സ്വയം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ എഴുതി വച്ച വാചകങ്ങളിൽ നിന്ന് അത് വെട്ടിക്കളഞ്ഞു. അതിൽ ആവേശം ഇത്തിരി കൂടുതലാണ്. പെണ്ണുങ്ങളുമായുള്ള ഇടപെടൽ അത്ര എളുപ്പമല്ല. എല്ലാം നല്ല ബാലൻസിൽ വേണം. വല്ലാതെ ഇടിച്ചു കയറാൻ പാടില്ല. ഒരു താല്പര്യവുമില്ല എന്ന് തോന്നാനും പാടില്ല. ഈ ബാലൻസ് അഭ്യാസം എനിക്ക് പറ്റിയതല്ല. നൃത്തത്തിന്റെ അവസാന ഭാഗമായി റിയ മൈക്ക് കയ്യിലെടുത്ത് പ്രകൃതിയെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും എല്ലാം 2 വരിയിൽ പാടി. അവളുടെ സംഗീതാത്മകമായ മധുര ശബ്ദം വീണ്ടും കയ്യടികൾ വിളിച്ചു വരുത്തി. പരിപാടി കഴിഞ്ഞു. പെൺകുട്ടികളെല്ലാവരും മുന്നോട്ട് വന്ന് സദസ്സിനെ വണങ്ങി. കാണികൾ ആർത്തു വിളിച്ചു. ഞാൻ പതുക്കെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഗ്രീൻ റൂം ആക്കി മാറ്റിയ ക്ലാസ് റൂമിലേക്ക് നേരെ ഓടി. വിരലുകൾ കൊണ്ട് തലമുടി കോതി ഒതുക്കിക്കൊണ്ട് ഞാൻ വാതിലിൽ തട്ടി. ഒരു പെൺകുട്ടി തല പുറത്തേക്ക് നീട്ടി. എന്താ? എനിക്ക് ഒരാളോട് ഒരു കാര്യം പറയാനുണ്ട്. സോറി, പെൺകുട്ടികൾക്ക് മാത്രമേ അകത്തു വരാൻ പറ്റൂ. റിയ സൊമാനി അകത്തുണ്ടോ? അവൾ വസ്ത്രം മാറുകയാണ്. കുറച്ചു നേരം നിൽക്കൂ. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ ആ ക്ലാസ് മുറിക്ക് മുന്നിലുള്ള അരമതിലിൽ കയറിയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സംഘം പെൺകുട്ടികളിൽ ഒരു കാരണവുമില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നു.
റിയയെ കാണാനില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിയ പുറത്തിറങ്ങി. വെള്ളി ബട്ടണുകളുള്ള കറുത്ത ജീൻസും ഇറുകിപ്പിടിച്ച കറുത്ത ടോപ്പുമാണ് വേഷം. മനഃപൂർവ്വം നിലം ചവിട്ടി മെതിച്ചുകൊണ്ട് അവൾ എന്നിൽ നിന്നും വേഗം നടന്നകന്നു. റിയ, ഞാൻ വിളിച്ചു. അവൾ നിന്നു, പക്ഷെ എന്റെ നേരെ തിരിഞ്ഞില്ല. ആ കൈകൾ മരവിച്ചതുപോലെ അനങ്ങാതെ നിൽക്കുകയാണ്, എന്തോ വിഷമം അനുഭവിക്കുന്നത് പോലെ. പ്ലീസ്, ഞാൻ പറഞ്ഞു. അവൾ എന്റെ നേരെ പകുതി തിരിഞ്ഞു. ഹായ് മാധവ്. ഞാൻ നേരെ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. എനിക്കൊന്ന് സംസാരിക്കണം. 5 മിനിറ്റ്. കാര്യമായി വല്ലതുമാണോ? എനിക്ക് അത് അങ്ങനെയാണ്. 5 മിനിറ്റ് തരാമോ? പറഞ്ഞോളൂ, കേൾക്കാം. ഇരുണ്ട ഇടനാഴിയിൽ ഞങ്ങൾ പരസ്പരം നേരിടാനെന്ന വണ്ണം മുഖത്തോട് മുഖം നോക്കി നിന്നു. സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ് അതെന്ന് തോന്നിയില്ല. എനിക്ക് അവളുടെ മുഖം കാണാം. ഇപ്പോഴും എനിക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മുഖം. ഇപ്പോൾ ഞങ്ങൾ ലോകമഹായുദ്ധം പോലുള്ള ഒന്നിന്റെ നടുവിലാണെങ്കിലും എനിക്ക് അവളെ ചുംബിക്കണം എന്ന് തോന്നി. ഇതാണ് പുരുഷന്മാരുടെ മനസ്സിലെ കുഴപ്പം. ഇത് ഒരു സന്ദർഭത്തിന്റെ പശ്ചാത്തലം മുഴുവൻ മറന്ന് സ്വന്തം വഴിക്ക് പോകും. പറയൂ, കേൾക്കട്ടെ, റിയ പറഞ്ഞു. ഞാൻ മനസ്സിൽ നിന്ന് ദുഷ്ടിച്ച ചിന്തകൾ മാറ്റിക്കളഞ്ഞു. ഇവിടെയല്ല, കുറച്ചുകൂടി സ്വൈര്യമായ ഒരിടത്ത്. ഓഹോ, അവൾ പറഞ്ഞു. ആ പറഞ്ഞത് ശരിയായില്ല എന്നെനിക്ക് മനസ്സിലായി. സോറി, അങ്ങനെയല്ല. ഇത്ര ഇരുട്ടില്ലാതെ നമുക്ക് മുഖത്തോട് മുഖം നോക്കി ഇരിക്കാൻ പറ്റിയ വല്ല സ്ഥലത്തും. ക്യാൻറ്റീനിലായാലോ? ഇപ്പോഴോ? അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി പിള്ളേരുടെ തിരക്കാണ്. ഇരിക്കാൻ ഇടം കിട്ടില്ല. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ശരി, എന്നാൽ ക്യാൻറ്റീനിൽ തന്നെ പോവാം. ഞങ്ങൾ ക്യാൻറ്റീനിന് നേരെ നടന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ പിള്ളേർ അകത്തു കയറാനായി ക്യൂ നിൽക്കുകയാണ്. ഇവിടെ വലിയ തിരക്കാണ്. നമുക്ക് എന്റെ കാറിലിരുന്ന് സംസാരിച്ചാലോ? റിയ ചോദിച്ചു. ഞാൻ അവളെ നോക്കി. ആ മുഖം തെല്ലൊന്ന് ശാന്തമായതുപോലെ. ശരി, ഡ്രൈവർ കൂടി ഉണ്ടാവും അല്ലേ? അയാളെ ഞാൻ ദൂരെ പറഞ്ഞു വിടാം. അല്ലെങ്കിലും കാറിലേക്ക് പോകുന്നതാ നല്ലത്. എനിക്കൊരു സാധനം ഇയാൾക്ക് തരാനുമുണ്ട്.